വേണ്ടിയിട്ടാ CPM ഈ പരിപാടിയൊക്കെ ഇവിടെ ചെയ്തത്. കരിവന്നൂരിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ കോടിക്കണക്കിന് ഉറുപ്പിക കൊള്ള ചെയ്ത CPM നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളുടെ മേൽ ഉയർന്നിട്ടുള്ള മാസപ്പടി ആരോപണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി CPM BJPയുടെ മുന്നിൽ തൃശ്ശൂരിൽ അടിയറവ് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. AC മൊയ്തീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ബിജുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, രാധാകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ CPM നേതൃത്വം BJPയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ കാഴ്ചയാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. ഒരു സംശയവും വേണ്ട. CPM-കാരൻ വിചാരിച്ചാലൊന്നും BJPയെ തോൽപ്പിക്കാൻ പറ്റൂല. അതിനൊരു തർക്കവും വേണ്ട. ഈ നാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു വസ്തുതയുണ്ട്. സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഒരു തർക്കവും വേണ്ട. പല ആളുകളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ മോദിയുടെ വലിയ പൈസയും രാഷ്ട്രീയ സ്വാധീനവും 10-18 സംസ്ഥാനങ്ങളിലെ ഭരണമൊക്കെ ഉള്ളപ്പോൾ അവരെ മോദിയെയും അമിത്ഷായെയും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, BJP ഒരു ഊതി ഉറപ്പിച്ച ബലൂൺ മാത്രമാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നയാള് ഞാനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നരേന്ദ്രമോദി 15 മിനിറ്റ് നേരം പുറകിൽ പോയപ്പോ വേർത്ത് വെള്ളം കുടിച്ച പാർട്ടിയാണ് BJP എന്ന് എനിക്ക് നന്നായിട്ടറിയാം. 204 അബ്കി ബാർ 400 പാർ എന്നാണ് പറഞ്ഞത്. 400 സീറ്റ് നേടുന്ന പറഞ്ഞിരുന്നത്. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? 240, 160. പ്രൊജക്റ്റഡ് സീറ്റിൽ നിന്ന് 160 സീറ്റ് കുറവാ. BJP പ്രതീക്ഷയിൽ നിന്ന് 160 സീറ്റ് കുറവായിട്ടാണ് അവർക്ക് കിട്ടിയത്. ഇനി 160 ഒന്നും കുറയണ്ട. ഒരു 50-ഓ 60-ഓ കൂടി ഇങ്ങോട്ട് കുറഞ്ഞാൽ മതി. BJP പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അതിനി അധിക കാലതാമസമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധിയുടെ അശ്വമേധം, കന്യാകുമാരി തുടങ്ങിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര പോലെയുള്ള ആ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അശ്വമേധം, അത് ഇന്ത്യയുടെ പാർലമെന്റിൽ വീണ്ടും കോൺഗ്രസിന്റെ അധികാരം കിട്ടിയിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ BJPയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ എണീക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്ത് കുറ്റം പറയും എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ ട്രോളാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് BJP പരമാവധി സമയം ചെലവഴിക്കുന്നത്. പക്ഷെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ കഴിഞ്ഞ 10 വർഷക്കാലം നിരന്തരമായി സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നു. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്നു. അതും പോരാതെ അദ്ദേഹത്തിന്റെ രോഗാതുരയായ മാതാവിനെയും സഹോദരിയെയും അദ്ദേഹത്തെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് വേട്ടയാടുന്നു. ദിവസങ്ങളോളം തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നെങ്കിൽ തകർന്നു പോകാൻ ഇത് മാത്രം മതിയായിരുന്നല്ലോ. പിണറായി വിജയനൊക്കെ ED എന്ന് കേൾക്കുമ്പോൾ തന്നെ മുട്ടുകടക്കുകയാണ്. മകൾക്ക് നേരെ കേസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അമിത്ഷായെയോ പിണറായി വിജയനെയോ വിമർശിക്കാനുള്ള ധൈര്യം പോലും ആ ഇരട്ടച്ചങ്കിൽ ഇല്ലാതെ പോകുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, 10 വർഷക്കാലമായി ഒരു മനുഷ്യനെ വേട്ടയാടിയിട്ടും കുടുംബത്തെ വേട്ടയാടിയിട്ടും രോഗാതുരയായ മാതാവിനെ പോലും വെറുതെ വിടാതെ വേട്ടയാടിയിട്ടും RSSന് മുന്നിൽ തലകുനിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി പോരാട്ടം തുടരുന്നത്. ആ ആർജവം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയിലെ കാണാൻ സാധിക്കും. ആ ആർജവം നിങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കാണാൻ സാധിക്കും. CPM-ന് ആർജവമില്ല. RSSന് നേരെ പോരാടാനുള്ള ആർജവം CPM-നില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷയുടെ പേരാണ് രാഹുൽ ഗാന്ധി. ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാനിവിടുത്തെ CPM-മാർ പറയാൻ ആഗ്രഹിക്കാറുണ്ട്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. ആ കൃത്യമായി പറയുകയാണെങ്കിൽ RSSും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രൂപം കൊള്ളുന്നതേ ഒരേ വർഷം 1925-ലാണ്. 1967-ലാണ് ആദ്യത്തെ മുന്നണി ഉണ്ടാവുന്നത്. 67 അന്ന് ആ മുന്നണിയുടെ പേര് സംയുക്ത വിധായക് എന്നാണ്. പഞ്ചാബിൽ ആ മുന്നണിയുടെ കൺവീനറുടെ പേര് ഹർകിഷൻ സിംഗ് സുർജിത് എന്നായിരുന്നു. ജനസംഘവും CPM-ഉം CPI-യും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഒരു മുന്നണി ഉണ്ടായി, സംയുക്ത വിധായക്. എന്തിന്? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ. ബീഹാറിൽ ആ മുന്നണി ഭരിച്ച സമയത്ത് ആ മന്ത്രിസഭയിൽ ജനസംഘവും ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു. CPM പുറമെ പിന്താങ്ങി.
ബംഗാളിൽ ആദ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അജോയ് മുഖർജി അധികാരത്തിൽ വന്നപ്പോ ആ സർക്കാരിന് അന്നത്തെ ജനസംഘത്തിന്റെ ഏക MLA പിന്തുണയുണ്ട്. ഇത് ഞാൻ 77-ലെ കാര്യമല്ല കേട്ടോ പറയുന്നത്, അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമല്ല. അതിലും 10 വർഷം മുമ്പത്തെ നിങ്ങളുടെ അവിഹിത ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം 77 അടിയന്തരാവസ്ഥ വന്നു. 75 മുതൽ നിങ്ങൾ തമ്മിൽ ഗാഠമായ ബന്ധമായി. ഇപ്പോ ഗോവിന്ദൻ പറഞ്ഞ് സ്വരാജ് വിശദീകരിച്ച് പിണറായി വിജയൻ തലകുത്തി എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പഴയ ജനതാ പാർട്ടി, ജനസംഘം, RS അങ്ങനെയൊന്നുമല്ല. അക്കാലത്തെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന, CPM-ന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നേതാവായിരുന്ന P. സുന്ദരയ്യ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട് CPM-ന്. എന്താ പോളിറ്റ് ബ്യൂറോ രാജിവെക്കുമ്പോ സുന്ദരയ്യ എഴുതിയത്? ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞു, സുന്ദരയ്യ എഴുതി, RSS-മായി സഖ്യം ചേരാനുള്ള CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഞാനിതാ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് P. സുന്ദരയ്യ കത്തെഴുതിയത്. ഇനി ഇത് പറയുന്നതിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും CPM-കാരുണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വന്നാൽ ആ കത്തിന്റെ കോപ്പി ഞാൻ കാണിച്ചു തരാം. RSS-മായി ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് 75-ൽ സുന്ദരയ്യ രാജിവെച്ചു. നിങ്ങൾ RSS-മായി ബന്ധമുണ്ടാക്കി. കേരളത്തിൽ പാലക്കാട് ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗൗഡർ തിയേറ്ററിൽ, ജനസംഘത്തിന്റെ പതാകകളാൽ അലങ്കൃതമായിരുന്ന ഗൗഡർ തിയേറ്ററിൽ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പേരാണ് ലാൽ കൃഷ്ണ അഡ്വാനി, LK അഡ്വാനി. പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തുന്നത് RSS-ന്റെ വോട്ട് വാങ്ങിയിട്ട്. കേരളത്തിലുടനീളം RSS-ഉം CPM-ഉം സഖ്യമായി മത്സരിച്ചു, സഖ്യമായി പ്രവർത്തിച്ചു, ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു തർക്കവും വേണ്ട. CPM-ന്റെ എത്രയോ നേതാക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, RSS-ന്റെ പ്രസിദ്ധീകരണമായ കുരുക്ഷേത്ര വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ചരിത്രം മുഴുവൻ പറയാൻ ഞാൻ തയ്യാറാണ്. 77-ന് ശേഷം വീണ്ടും ഒരു 10 വർഷം കൂടുമ്പോഴാണ് ഇവരുടെ ബന്ധം ഇങ്ങനെ പൂത്തൊലിയുന്നത്. വീണ്ടും 1989-ൽ ജ്യോതി ബസുവും ഹർകിഷൻ സിംഗ് സുർജിത്തും AB ബർദാനും AB വാജ്പേയിയും ലാൽകൃഷ്ണ അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ ഒന്നിച്ചിങ്ങനെ കൈകോർത്ത് ചേർത്ത് നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ ലഭ്യമാണ്. എന്തിനാ നിങ്ങൾ ഒരുമിച്ച് കൈകോർത്തത്? VP സിംഗിനെ പ്രധാനമന്ത്രിയാക്കി കോൺഗ്രസിനെ അധികാരത്തിന് പുറത്താക്കാൻ നിങ്ങൾ ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കി. അക്കാലത്ത് ഡൽഹിയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ ഒരുമിച്ച് ചായ കുടിച്ചിട്ടാണ് ആ സർക്കാർ 11 മാസം മുന്നോട്ട് പോയത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? 89-ൽ അതിനുശേഷം കാലചക്രം വീണ്ടും ഉരുണ്ടു. 2008-ൽ 1ാം UPA സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളും BJP-യും ഒരുമിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഒരുമിച്ച് നിങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ ഏതേത് കാലഘട്ടങ്ങളിലാണ് CPM-ഉം RSS-ഉം തമ്മിൽ സഖ്യമുണ്ടാവാതിരുന്നിട്ടുള്ളത്? ഏതേത് കാലഘട്ടങ്ങളിലാണ് നിങ്ങളും BJP-യും തമ്മിൽ അവിശുദ്ധ ബാന്ധവം ഉണ്ടാകാതിരുന്നിട്ടുള്ളത്? എന്നിട്ട് കുറ്റം മുഴുവൻ കോൺഗ്രസിന്, അല്ലെ? വെൽഫെയർ പാർട്ടി പിന്തുണച്ചു പോലും, ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചു പോലും. അതെന്ത് പരിപാടിയാ? നിങ്ങളിട്ട് കഴിഞ്ഞാൽ ബർമുഡ, ഞങ്ങളിട്ടാൽ വള്ളിക്കളസ്. അതെവിടുത്തെ പരിപാടിയാ? ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പാൽപ്പായസം പോലെ വാങ്ങി മോന്തി കുടിച്ചവരാണ് CPM-കാര്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പൊന്നാനിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയവരാണ് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ. ഇപ്പോ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട ആശങ്കയുടെ ഫലമായി വിവിധ മതന്യൂനപക്ഷ സംഘടനകൾ UDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോ അവരെ മുഴുവൻ ഇപ്പൊ വർഗീയവാദികൾ, തീവ്രവാദികൾ എന്ന് വിളിക്കാം. ഇതെവിടുത്തെ പരിപാടിയാ? പ്രിയപ്പെട്ടവരെ, CPM-നെ പോലെ ഇത്ര പച്ച നുണ പച്ചയ്ക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കൂട്ടർ ഈ ലോകത്തിലില്ല. ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയാൻ കഴിയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ 10 മണിക്ക് പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് തിരുത്താൻ, മാറ്റി പറയാൻ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ല. കൃത്യമായി പറഞ്ഞാൽ മതേതരത്വം, സെക്യുലറിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് RSS-നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പം നരേന്ദ്രമോദി 540 സീറ്റ് ജയിച്ച് അധികാരത്തിൽ വന്നാലും ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിയില്ല. RSS-കാർക്ക് ആഗ്രഹിക്കാം, ആഗ്രഹങ്ങൾക്ക് പരിമിതികളൊന്നുമില്ല, പക്ഷെ അത് എടുത്തു മാറ്റാൻ കഴിയില്ല. എന്താ കാരണം?
മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന BJP-യുടെ തന്നെ വിമത നേതാവ് കൊടുത്ത പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയത് കഴിഞ്ഞ വർഷം. അതായത് ഞാൻ കോൺഗ്രസിൽ ചേരുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് എടുത്തിട്ട് ചവറ്റുകൊട്ടയിൽ തള്ളുന്നത്. എന്റെ ഭാഗ്യം ആലോചിച്ചാൽ മതി. അതായത് മതേതരത്വം എന്ന് പറഞ്ഞ്, മതേതരത്വം എന്ന വാക്ക്, സോഷ്യലിസം എന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി, ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനാ ഭേദഗതി വാലിഡ് ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, അതിനു മുമ്പുള്ള എത്രയോ സുപ്രീം കോടതി വിധികൾ അടിവരയിട്ടുകൊണ്ട് പറയുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ തിരുത്താൻ സാധ്യമല്ല. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അടക്കമുള്ള നിരവധി കേസുകളിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ തിരുത്താൻ പറ്റില്ല, പാർലമെന്റിന് തിരുത്താൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് മതേതരത്വവും സോഷ്യലിസവും. അതുകൊണ്ട് തന്നെ ആരും ഭയക്കേണ്ടതില്ല. പക്ഷേ ക്രിസ്മസ് കേക്കുമായി ചെല്ലുമ്പോ BJP-ക്കാരെ സ്വീകരിക്കുന്ന ആളുകൾ നന്നായി മനസ്സിലാക്കിക്കോ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്. ഞാൻ അത്രയേ പറയുന്നുള്ളൂ. ക്രിസ്മസ് ദിവസം കേക്കുമായി BJP-ക്കാരൻ വരുമ്പോ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാത്താനെ കാണാതെ പോകരുത് എന്നും മാത്രമേ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളൂ. ക്രിസ്മസിന് കേക്ക് തരും, കരോൾ പാർട്ടി അടിച്ചോടിക്കും. കരോൾ അല്ലേ, പാലക്കാടുണ്ടായ സംഭവമാണല്ലോ. ഇപ്പൊ നിലമ്പൂരിൽ എന്റെ പഴയ പാർട്ടിക്കാര് ഒരു പരീക്ഷണം നടത്തി. ആ വഴിക്കടവ് മഞ്ചേരി ബസ്സിൽ ഇരുന്ന ഏതോ ഒരു പാവം ജോർജ് സാറിനെ പിടിച്ചുകൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. വിചാരിച്ചത് കൊട്ടക്കണക്കിന് ഇങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുന്നതാണ്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ മൂപ്പരുടെ വീട്ടിലുള്ള വോട്ട് പോലും കിട്ടിയിട്ടില്ല. ആ ബൂത്തിൽ ആകെ കിട്ടിയിട്ടുള്ളത് BJP-ക്ക് 40 വോട്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 100 വോട്ടുണ്ടായിരുന്നു. 4ാം സ്ഥാനത്തായി പോയി സ്വന്തം ബൂത്തിൽ. ക്രൈസ്തവ വോട്ടൊന്നും കിട്ടിയില്ല. നിലമ്പൂരുകാർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ അടുത്ത ക്രിസ്മസിന് കരോള് വേണം, ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടാവുമല്ലോ. ഞാൻ ഏറെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ നാടിന് അപകടകരമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളെ തള്ളിക്കളയാനുള്ള ജാഗ്രതയാണ് ഓരോ മനുഷ്യർക്കും വേണ്ടത്. നമുക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഈ ഒരു കൂരയ്ക്കടിയിൽ ഒരുമിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മാത്രം സവിശേഷതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്, ഇന്ത്യ ഇതുപോലെ നിൽക്കാൻ കാരണം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഞാൻ കോൺഗ്രസിൽ ചേരുന്ന ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു, ഇന്നലെ വരെ BJP ആയിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് കോൺഗ്രസ് ആയി മാറാൻ കഴിഞ്ഞത്? ഞാൻ അവരോട് പറഞ്ഞു, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ആയി മാറുക എന്നുള്ളത് ഈ ഓരോ ഇന്ത്യക്കാരനും സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ്. മറ്റേതൊക്കെ BJP ആവണമെങ്കിലും CPM ആവണമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള മാനുഷിക മൂല്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കണം. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളാണ് CPM-ഉം BJP-യും ഒരുപോലെ പേറുന്നത്. വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരും RSS-ഉം ഒരുപോലെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ മനുഷ്യനായി പറഞ്ഞവർക്കൊക്കെ കഴിയും. അതിന് പ്രത്യേകിച്ചൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചൊരു പാർട്ടി മെമ്പർഷിപ്പും വേണ്ട, പ്രത്യേകിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട. കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞാൽ അത് സ്നേഹത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് ഞാൻ കൂടെയാണ് ഇപ്പോ ഞാൻ എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇന്ന് കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, ചേർത്ത് നിർത്തൽ, വല്ലാത്ത സ്നേഹം, അത് പലപ്പോഴും എന്നെ കണ്ണീരണിയിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറെ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യമുണ്ട്. എന്തിനാണ് ഈ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യമുള്ളത്? ഈ നാട്, ഇന്ത്യ ഇതുപോലെ ബഹുസ്വരമായി എന്നാൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ മനോഹരമായ ആശയത്തോടു കൂടി ഈ നാടിന് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണം. അതല്ലെങ്കിൽ ഈ നാട് തകർന്നു പോകും. ഈ നാട്ടിലെ വൈജാത്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട്, ബഹുസ്വരതയെ ഇല്ലാതാക്കിക്കൊണ്ട് ഏകശിലാത്മകതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കാൻ ഈ നാട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിന് വേണ്ടി നമുക്കെല്ലാം ഒത്തുചേർന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.